ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പോൾ നമ്മളിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏത് കടയിലോട്ട് പോകണം എന്നുള്ള ആലോചനയിൽ ഞങ്ങൾ കുറേ സെർച്ച് ചെയ്തു കേട്ടോ. നല്ല റെസ്റ്റോറൻറ്റ് ഏതാണെന്നൊക്കെ കുറേ സെർച്ച് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കണ്ടുപിടിച്ചു, ഞങ്ങൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അൽറാസ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുകളിലത്തെ പ്ലേസിലാണ് കേട്ടോ ഇരുന്നതും. അപ്പോൾ നമുക്ക് മുകളിൽ ഇരുന്നുകൊണ്ട് താഴെയൊക്കെ നോക്കി റോഡിലൂടെയൊക്കെ കാഴ്ചകൾ കണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ ഇരുന്നതും. ഒരു 10 മിനിറ്റ് ഇരുന്നപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയായിരുന്നു. വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അവർ നമുക്ക് തന്നത് വാട്ടർമെലൻ്റെ ജ്യൂസ് ആയിരുന്നു. അപ്പോൾ അത് കഴിച്ച് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സാലഡും ഉണ്ടായിരുന്നു. അതിന് കഴിച്ച് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് മാത്രമേ വെയിറ്റ് ചെയ്തിട്ടുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരുന്നത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടെ നമുക്ക് സാലഡും ഉണ്ടായിരുന്നു. നമ്മൾ ഇരിക്കുന്ന പ്ലേസിൽ നിന്ന് വെളിയിലോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. വെളിയിൽ നമ്മൾ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരുന്ന് ഫുഡ് ആസ്വദിച്ച് കഴിക്കാനായിരുന്നു ഞങ്ങൾ ആ സ്ഥലത്ത് തന്നെ വന്നിരുന്നതും. അപ്പം നമ്മുടെ റെസ്റ്റോറൻറ്റ് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയാണല്ലേ കാണാനും എല്ലാം. അപ്പോൾ ദേവക്കുട്ടി ഇവിടെ ഇരുന്ന് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. ഞങ്ങൾ വെൽക്കം ഡ്രിങ്കാണ് ആദ്യം കുടിച്ചത്. അപ്പോൾ പ്ലേറ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം വെൽക്കം ഡ്രിങ്കും കഴിച്ചു. നമ്മൾ കുറച്ചൊരു 10 മിനിറ്റ് നേരം ഇരുന്നതിന് ശേഷമാണ് നമ്മുടെ ഫുഡ് എത്തിയത് കേട്ടോ. അപ്പോൾ ഫുഡിൻ്റെ കൂടെ നമുക്ക് ഒരു കറി ഉണ്ടായിരുന്നു. നമുക്ക് ചട്നി പോലൊരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു. നല്ല പുളിയും മധുരവും എല്ലാം കൂടെ എരിവും എല്ലാം കൂടെ ചേർന്ന ഒരു ചട്നിയും കൂടെ തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ അൽഫാമും കുഴിമന്തി നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ ആസ്വദിച്ച് കഴിച്ചു. അപ്പം നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഫുഡിൻ്റെ കൂടെ തന്നെ നമുക്ക് ലെമൺ ജ്യൂസും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം പൊളിയായിരുന്നു കേട്ടോ. കാരണം ടേസ്റ്റിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെ ആയിരുന്നു ഇവിടുത്തത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചില്ല ഇത്രയും നല്ല ഫുഡായിരിക്കുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പക്ഷേ അടിപൊളി ഫുഡായിരുന്നു. അതുപോലെ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയാലും സാലഡ്സ് ആയാലും എല്ലാം നല്ലൊരു ടേസ്റ്റ് തന്നെ നമുക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ വെളിയിലിറങ്ങി. അങ്ങനെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് വെള്ളോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ദേവക്കുട്ടിക്ക് ഒരേ നിർബന്ധം ഐസ്ക്രീം വേണം. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു കടയിൽ കയറി നമ്മൾ ഐസ്ക്രീം കഴിച്ചു കേട്ടോ. ഐസ്ക്രീം അല്ല, നമ്മുടെ ഫലൂഡയാണ് കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഫലൂഡ. ഞങ്ങൾ ആദ്യം തന്നെ കയറി കുറച്ച് നേരം ഇരുന്നൊരു 10-15 മിനിറ്റ് നേരം ഇരുന്നതിന് ശേഷമാണ് നമുക്ക് ഫലൂഡയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കുറേ നേരം ഇരുന്ന് ആലോചിച്ച് എന്ത് വേണമെന്നുള്ള ചിന്തയൊക്കെ ആയിരുന്നു. ദേവയ്ക്ക് എന്തായാലും ഐസ്ക്രീം കിട്ടിയേ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഫലൂഡയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. നല്ല കാണാൻ ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുള്ള ഒരു റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു കേട്ടോ ഇത്. അങ്ങനെ നോക്കിയിരുന്ന് ഇവിടെ ഒരാൾ അങ്ങ് ക്ഷീണിച്ചു കേട്ടോ. ഐസ്ക്രീം വരാൻ ഇച്ചിരി ലേറ്റ് ആയപ്പോഴത്തേക്കും ആളങ്ങ് ക്ഷീണിച്ച് അങ്ങ് ഇരിപ്പായി. അങ്ങനെ ലാസ്റ്റ് നമുക്ക് ഐസ്ക്രീം ഇവിടെ വന്നു. ഐസ്ക്രീം അല്ല, ഫലൂഡയാണ്. ഫലൂഡ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു. അതിനകത്ത് സേമിയയും കുറേ നട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടുതലും നട്ട്സ് ആയിരുന്നു അതിനകത്ത് കേട്ടോ. അതുപോലെ തന്നെ സേമിയ, പിന്നെ നമ്മുടെ മുകളിൽ നട്ട്സ് കൂടുതലായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഐസ്ക്രീമും ഇതെല്ലാം കൂടെ ചേർന്നാണ് ഫലൂഡ എന്നും പറഞ്ഞവർ തരുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഫുഡ് ഡേ എല്ലാം കഴിഞ്ഞു. നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.